ശ്രീകാന്ത്, ഇന്ന് മാധ്യമങ്ങൾ കൂടി വിലക്ക് വന്നിരിക്കുന്നു. ആവശ്യമില്ലാതെ ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ അംഗങ്ങളെ വിളിച്ച് ഫോണിലൂടെ മൊഴിയുടെ വിവരങ്ങൾ ചോദിക്കുന്നൊക്കെ ഇന്ന് കോടതി വിലക്കിയിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? എസ്കെൻ, അതൊരു കൗതുകകരമായ കാര്യം കൂടിയാണ്. പക്ഷേ അതിലെ നിയമവശങ്ങളിലേക്കൊക്കെ ഇപ്പോൾ പോകുന്നത് ശരിയല്ല എന്ന് ഉള്ളതുകൊണ്ടെങ്കിലും ആ കാര്യം റിപ്പോർട്ട് ചെയ്യുക. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഈ SIT മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷവും ചില മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ SITയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് കോടതി നിരീക്ഷിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൊഴികൾ റിപ്പോർട്ട് ചെയ്യരുത്. ചില മാധ്യമങ്ങൾ മൊഴികൾ റിപ്പോർട്ട് ചെയ്തു. അക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ മൊഴികൾ സംബന്ധിച്ച് വിവരങ്ങൾ നൽകരുത്, ഇത് മാധ്യമങ്ങളോട് അന്വേഷണ സംഘം പറയണം എന്ന് ചൂണ്ടിക്കാണിച്ചത്. ശേഷം SIT സംഘാംഗങ്ങളെ ഈ മൊഴികളുടെയോ മറ്റോ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകർ ബന്ധപ്പെട്ടാൽ അവരുടെ വിവരങ്ങൾ കോടതിയെ അറിയിക്കാനും പറഞ്ഞിട്ടുണ്ട്. നീതി നിർവഹണത്തെ തടസ്സപ്പെടുത്തുന്നതായി ഇത് കണക്കാക്കും എന്നാണ് കോടതി ഇപ്പോൾ പറയുന്നത്. സംഗതി കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ മൊഴിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് കോടതി കൂടുതൽ ഊന്നൽ നൽകുന്നത്. മറ്റു കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ വലിയ തടസ്സമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. മൊഴികൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ മാധ്യമങ്ങൾക്ക് കോടതിയുടെ വിലക്ക് വന്നിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കരുത്. ഇത്തരം വിവരശേഖരണം നിയമവ്യവസ്ഥയിൽ ഇടപെടുന്നതിന് തുല്യമാണ്. മാത്രമല്ല, നീതി നിർവഹണത്തെ തടസ്സപ്പെടുന്നതായി ഇത് കാണുമെന്നും കോടതി ഇന്ന് ചൂണ്ടിക്കാണിച്ചു. മാത്രമല്ല, ഇങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ ആ കാര്യം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നും കോടതി ഇന്ന് ആവശ്യപ്പെട്ടു.